കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പ് കാലഘട്ടം ജീവിതത്തിൽ വിശുദ്ധിയും ജീവിതത്തിൽ ശക്തിയും ജീവിതത്തിൽ തമ്പുരാനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നയിക്കപ്പെടുന്ന ഒരു നിമിഷമാണെന്ന് നോയമ്പ്. ഓരോ നോയമ്പ് വിശ്വാസികൾക്ക് ശക്തിയും വിശ്വാസികൾക്ക് അനുഗ്രഹം പകർന്നു തരുന്ന ഒരു നോയമ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഒരു നോയമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, രക്ഷകൻ അനുഭവിച്ച അതേ പീഡാസഹനവും ദുഃഖവും ഭാരങ്ങളും നമ്മൾ ഓരോ മനുഷ്യന്മാരും നമ്മളും അനുഭവിക്കണം. അതായത് എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി കാൽവരി കുരിശ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഈ പാപത്തിൻ്റെ ജീവിതത്തിൽ ആ രക്ഷകൻ്റെ കുരിശെടുത്തുകൊണ്ട് ഞാൻ യാത്ര ചെയ്യണം. ആ രക്ഷകൻ്റെ കുരിശെടുത്ത് യാത്ര ചെയ്താൽ മാത്രമേ എനിക്ക് അനുഗ്രഹം, ശക്തി, ദൈവകൃപ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 10 കൽപ്പനയിൽ രണ്ടാമത്തെ കൽപ്പന, ദൈവത്തിൻ്റെ നാമം വ്യർത്ഥമായി എടുക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, തമ്പുരാൻ്റെ നാമം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ള നാമമാണ്, ശക്തിയുള്ള നാമമാണ്, അനുഗ്രഹിക്കപ്പെട്ട നാമമാണ്, അനുഗ്രഹമുള്ള നാമമാണ്. അപ്പോൾ ദൈവശക്തി, ദൈവത്തിൻ്റെ നാമം വ്യർത്ഥമായി നമ്മൾ എടുക്കാൻ പാടില്ല. ആ വാക്കിന് വിശുദ്ധിയുണ്ട്, ആ വാക്കിന് ശക്തിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു പിള്ളേരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ അവരെന്തെങ്കിലും ഒരു കള്ളം പറയുമ്പോൾ ആ കള്ളത്തെ സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ പറയും, ഗോഡ് പ്രോമിസ്, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം ഏതൊരു സാഹചര്യത്തിലും ഏതൊരവസരത്തിലും ദൈവത്തിൻ്റെ നാമം വ്യർത്ഥമായി എടുത്താൽ ദൈവം രക്ഷിക്കുമെന്നാണെന്ന്. ദൈവം രക്ഷിക്കും, പക്ഷെ സത്യസന്ധന്മാരെയും സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരെ മാത്രമേ ദൈവം രക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കുക, ഈ നോയമ്പിൽ സത്യമായി നിൽക്കുക, സത്യത്തിലൂടെ നിൽക്കുക, വിശുദ്ധിയോടെ നിൽക്കുക, ദൈവാശ്രയത്തിൽ നിൽക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.